ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് വീട്ടുകാര്യങ്ങളും അതിൽ ബ്യൂട്ടി ടിപ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു, പിന്നെ ചായ കുടി കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. ഇത് മോള് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ദോശ സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ. നല്ല മെഴുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാൻ കിട്ടും നമ്മൾക്ക്. ഇപ്പോൾ നോൺ സ്റ്റിക്കിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അധികം ഇങ്ങനത്തെ പഴയ മോഡലിലുള്ള ദോശക്കല്ലും ചീനച്ചട്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കഴിയുന്നതും. കാരണം അതാണല്ലോ നല്ലത്, ആരോഗ്യത്തിന് നല്ലത് അതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിന് മുളക് സമ്മന്തി അരയ്ക്കണം. പിന്നെ മോള് ദോശ ചുടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്ന് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എപ്പോഴൊന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഇന്ന് കാലിന് കുറച്ച് ഒരു വേദന ഉള്ളത് കൊണ്ട് മോളെ കൊണ്ട് ചുടാൻ പറഞ്ഞതാണ്. ഹായ് ഹായ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം അത് ഡപ്പകളിൽ കൊട്ടി വെക്കണം. അതെല്ലാം ചെയ്യാനുണ്ട്. ടിന്നുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് ഡ്രൈ ആയ ശേഷം എല്ലാം ഒന്നാക്കി വെക്കാനുണ്ട്. പിന്നെ വീടൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഡൈനിങ് ടേബിളൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. വീടൊന്നും ശരിയാക്കിയിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല, അടിച്ചു വാരിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് കാറ് ഒന്ന് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. കാറൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞങ്ങൾ ചായ കുടി ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടേക്ക് ഒന്ന് ഒതുക്കി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനത് ബിഗ് ബസാറിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. 750. ജോബീസ് മാളിൽ നിന്ന്, പാലക്കാട് ജോബീസ് മാളിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ടോ, ഫ്രൂട്ട്സിൻ്റെ ഇതിൽ മെയിനായിട്ട് പോമിഗ്രാനൈറ്റാണ് ഉള്ളത്. ഇതിൻ്റെ എന്ത് രസം കാണാൻ. ഞാൻ ഈ ട്രേയിൽ ഫ്രൂട്ട്സ് ആക്കി വയ്ക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇതിൽ അധികം പോമിഗ്രാനൈറ്റ് തന്നെയാണ് ഞാൻ ഇതിലാക്കി വയ്ക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നലെ വരുമ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഈ ട്രേയിൽ ഫ്രൂട്ട്സ് മെയിനായിട്ട് പോമിഗ്രാനൈറ്റ് ഇതിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ വീട്ടുപണികളെല്ലാം കഴിഞ്ഞു. കാറ് മാത്രം കഴുകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ സമയമില്ല, ഊണ് കഴിക്കാൻ സമയമായി. കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകണം. എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോവുകയാണ്. ലഞ്ചെല്ലാം ആയി, സാമ്പാർ, ഉപ്പേരി. പിന്നെ മുട്ട മാത്രം വറക്കണം. അത് ഊണ് കഴിക്കുന്ന സമയത്ത് മുട്ട വറക്കണം. അപ്പോഴേക്കും പോയി കുളിച്ചിട്ട് വരും. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു ഇതാണ് കേട്ടോ പറയുന്നത്, മുഖത്ത് തേക്കാനുള്ളത്. ഈ എണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിലും കൂടിയിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിനൊന്ന് ഞാൻ ചെറുതായിട്ട് ചൂടാക്കും കേട്ടോ. ചൂടാക്കിയ ശേഷം ഒന്ന് ചെറുതായിട്ട് കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കുളിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്റർ സീസൺ അല്ലേ, ഒന്ന് ഡ്രൈ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫേസിലും നെക്കിലും കുറച്ച് കയ്യിൽ, പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഓടിക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഗമൊക്കെ ഒരുപാട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ ഒന്ന് തേച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന ശേഷം പോയി കുളിച്ചാൽ മതി. അപ്പോൾ ഇനി അതിനുള്ളത് ഞാൻ ചെറുതായി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ആൽമണ്ട് ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചൂടാക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലയിലൊക്കെ തേക്കാൻ മുടി കുറച്ച് ഓയിൽ, എണ്ണ, വെളിച്ചെണ്ണയും അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഏത് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിടണം. ഇത് വേണമെങ്കിൽ തലയിലും തേക്കാം. ഞാൻ ഇത് തന്നെയാണ് തലയിൽ തേക്കാനും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിപ്പോൾ ഗ്യാസ് പിടിപ്പിച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഈ സാധനം ഉപയോഗിച്ച് ഇതെങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ കാണിച്ചാൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ ഇതിൽ എരിവൊന്നും ആവാനുള്ള സാധ്യതയില്ലല്ലോ. സ്റ്റീൽ ഗ്ലാസ് സാധാരണ എടുക്കാറില്ല. ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഗ്ലാസിൻ്റെ കപ്പുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാമല്ലോ. ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് മുടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ തേക്കുമ്പോൾ കുറച്ചുകൂടി ഗുണം കിട്ടും കേട്ടോ. പെട്ടെന്ന് സ്കിൻ പോഴ്സിലൊക്കെ ഇത് അബ്സോർവ് ചെയ്യും. ഓയിൽ നന്നായിട്ട് മതിയാവും. ഇനി ഇത് തേച്ച് ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം. അപ്പോൾ കുളി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, മുഖത്ത് കുറച്ച് എണ്ണമയമൊക്കെ ഉണ്ടാവും. എണ്ണ തേച്ചിട്ടല്ലേ കുളിച്ചത്. കുറച്ച് ആ എണ്ണമയമൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മൾ നേരത്തെയൊക്കെ ക്ലൻസിങ് മിൽക്കാണല്ലേ. ഇപ്പോൾ ഓൾറെഡി മുഖത്ത് എണ്ണയുണ്ട്. അപ്പോൾ ക്ലൻസിങ് മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓയിലി ആവും സ്കിന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഒരു ആസ്ട്രിജൻ്റ് ഉണ്ട് കേട്ടോ. ഈ ആസ്ട്രിജൻ്റ് ഞാൻ കുറച്ച് കോട്ടണിൽ എടുത്തിട്ട് കുറച്ച് മുഖത്തൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വേണ്ട, നീ എടുക്ക്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് എടുക്കുക. ഇങ്ങനെ എല്ലാവിടെയും ഒന്ന് തേച്ചാൽ മതി. അങ്ങനെ 5 മിനിറ്റ് ഒന്ന് തേച്ചാൽ മതി. അപ്പോൾ എക്സസ് ഓയിലൊക്കെ
ഇങ്ങനെ ഒന്ന് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ എക്സസ് ഓയിലൊക്കെ ഒന്ന് റിമൂവ് ആവും. അതിന് ശേഷം നമുക്ക് വേണ്ടത് എടുത്ത് ക്രീമോ എന്താണെന്ന് വെച്ചാൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പൗഡർ ഇടാം, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സസ് ഓയിൽ കുറച്ച് ഇതിൽ കുറച്ച് ടേഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക്. കുറച്ച് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓയിലൊക്കെ ഇതിൽ വരുന്നുണ്ടാവും, കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. കാണുന്നുണ്ടാവും ഉണ്ടോ? ഇനി ഇതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസിങ് ഞാൻ മുഖത്തും കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ, ലോഷനാണ്. കുറച്ച് മുഖത്തും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വിൻ്റർ സീസൺ അല്ലേ, അപ്പോൾ കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ എപ്പോഴും ഇങ്ങനെ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലോഷൻ തേച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സാധാരണ ടാൽക്കം പൗഡർ, സാധാരണ ഡാസ്ലറിൻ്റെ ടാൽക്കം പൗഡറാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. വലിയതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കുറേ ഞങ്ങൾക്ക് 2 വർഷം വരെ ഉപയോഗിക്കേണ്ടി വരും അത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം പോവില്ലേ. അപ്പോൾ അത് കാരണം ചെറിയ ബോട്ടിലാണ് വാങ്ങണത്. അപ്പോൾ ഇതിട്ട് ചെറുതായിട്ട് പുരികൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അത് കാണാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ADSൻ്റെ ആണ്. 2, 4, 6, 8, 10, 12 ഷെയ്ഡാണുള്ളത് കേട്ടോ. ന്യൂഡ് ഷെയ്ഡാണുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എത്രയാണ് ഉണ്ടായിരുന്നത്? ഒരു 400ൻ്റെ ഉള്ളിലായിരുന്നു. എനിക്ക് ശരിക്കും ഒരു ഓർമ്മയില്ല കേട്ടോ. 300 ആൻഡ് സംതിങ് ആണ്. എന്തായാലും 400ൻ്റെ ഉള്ളിലാണ്. ഈ 12 ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ഷെയ്ഡാണ്. എല്ലാം നല്ല ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ കുത്തുന്ന ഒരു ഷെയ്ഡൊന്നുമല്ല, കണ്ണിലിങ്ങനെ തറക്കുന്ന പോലുള്ള ഷെയ്ഡൊന്നുമല്ല. നല്ല
ഷെയ്ഡാണല്ലോ. ഞാൻ ഇട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു വീട്ടിലിരിക്കുകയാണ്. ഇത് തന്നെ ധാരാളമാണ്. പുറത്ത് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അല്ലാതെ ഫൗണ്ടേഷനൊന്നും എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല. വല്ല മാരേജോ ഫങ്ഷൻസോ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ ഉപയോഗിക്കാറുണ്ട്. ബാക്കിയൊക്കെ ഇത്ര തന്നെ. അപ്പോൾ എങ്ങനെ, കുഴപ്പമില്ലല്ലോ അല്ലേ? ഓവറൊന്നും ആയിട്ടില്ലല്ലോ മേക്കപ്പ്. ഓക്കെ. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു, കുളി കഴിഞ്ഞു, മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഊണ് കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് വരാം. സമയം വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കുറേ ആയില്ല, 10-17 മിനിറ്റോളമായി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞങ്ങളിതാ കാർ കുറേ ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കാറോടായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, കണ്ട് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം പറഞ്ഞു എല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഇത് ഇവിടെ ഉണ്ടോ, പില്ലോ ഉണ്ട്. ഈ പില്ലോ വെച്ചിരിക്കുന്ന എൻ്റെ കാലങ്ങനെ അത്ര അങ്ങോട്ട് എത്തുന്നില്ല. ബ്രേക്കിലും ആക്സിലേറ്ററിലും ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പില്ലോ വെച്ചിരിക്കുന്നത്. കൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരെ